ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നിപ്പോൾ ഞാനൊരു ഹെയർ ആക്സസറി ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടോക്കുക. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഹെയർ കോംബാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ വൈറ്റ് ബീഡ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ ബ്ലൂ കളർ ക്രിസ്റ്റൽ ബീഡ്സ് എടുത്തിട്ടുണ്ട്, ചെറിയ ടൈപ്പ് ക്രിസ്റ്റൽ ബീഡും എടുത്തിട്ടുണ്ട് കേട്ടോ. വൈറ്റ് ബീഡ് ഒരു 4 mm ഒക്കെ വരുന്ന ആ ഒരു സൈസിലുള്ള ബീഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കോംബോ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വൈറ്റ് ബ്ലൂ ആ ഒരു കളർ കോമ്പിനേഷനിലാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഞാനിതാ 0.4 mm വരുന്ന ഗിയർ വയർ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കോപ്പർ വയർ എന്നൊക്കെ പറയും. പിന്നെ നമുക്ക് വേണ്ടത് ഫോം ഷീറ്റാണ്. അപ്പോൾ ഞാനിവിടെ ബ്ലൂ കളർ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇതുപോലത്തെ ഒരു ഹെയർ കോംബ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ പഴയത് പൊട്ടിയതുണ്ടായിരുന്നതിൻ്റെ ഒരു പീസ് എടുത്തതാണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആമസോണ് അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് അങ്ങനത്തെ ഓൺലൈൻ സൈറ്റിലോ അല്ലെങ്കിൽ ഇപ്പം ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഓൺലൈൻ ഷോപ്പുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവിടേക്ക് ഒന്ന് നോക്കിയാൽ മതി. ആമസോണിൽ നിന്ന് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ കോപ്പർ വയർ ഒരു 90 cm എടുത്തിട്ടുണ്ട്. അപ്പോൾ ലെങ്ത്ത് അതിലും കൂടുതൽ എടുക്കുന്നതാണെങ്കിലും നല്ലതാണ് കേട്ടോ. കുറഞ്ഞു പോയാൽ പിന്നെ നമുക്കത് ജോയിൻ ചെയ്യാനൊക്കെ ഒരു ബുദ്ധിമുട്ടേക്കാരം. ഇനിയിപ്പോൾ ആ കമ്പീൻ്റെ സെൻറ്ററിലായിട്ട് ബ്ലൂ കളറിലുള്ള ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വലിയ ക്രിസ്റ്റൽ ബീഡാണ് കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്ത് ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് പിരിച്ചെടുക്കാനാണെങ്കിലും ഈസിയാണ് കേട്ടോ. 0.4 mm ഒക്കെ ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ പിരിച്ചെടുക്കാം. ഇനിയിപ്പോൾ 0.5 mm 6 mm ഒക്കെ ആകുമ്പോൾ നമുക്കൊന്നുകൂടെ ഒരു തിക്നെസ് കൂടിയിട്ട് വരികയാണല്ലോ. അപ്പോൾ പിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, പക്ഷേ പിരിച്ചെടുത്താൽ നല്ല ഭംഗിയാക്കാം കേട്ടോ കാണാൻ. അപ്പോൾ നിങ്ങൾ 0.4 mm അല്ലെങ്കിൽ 0.3 mm ഒക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ പിരിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ രണ്ട് സൈഡിലായിട്ട് നമുക്ക് 2 കമ്പി ഉണ്ടല്ലോ. അപ്പോൾ ഒരു സൈഡിൽ ഇപ്പോൾ ഞാനൊരു വൈറ്റ് ബീഡ് ഇട്ട് കൊടുത്ത് പിരിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ മറ്റേ സൈഡിലും ഒരു വൈറ്റ് ബീഡ് ഇട്ട് പിരിച്ചെടുക്കാം. നിങ്ങൾക്കിപ്പോൾ മുത്ത് ഇട്ട് കൊടുത്തിട്ട് ഏത് ഭാഗം വരെയാണോ പിരിക്കേണ്ടത് ആ ഭാഗത്ത് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക, എന്നിട്ട് ബീഡ് ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ പിരിക്കാൻ പറ്റും. പിന്നെ ഇതുപോലെ ഓരോ ബീഡ് ഇട്ട് കൊടുത്തതിന് ശേഷം 2 കമ്പിയും കൂടെ വെച്ചിട്ട് ഒന്നിങ്ങനെ പിരിച്ചു കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ അടുത്ത ബീഡ് ഇട്ടിട്ട് പിരിച്ചെടുക്കുന്നുണ്ട്. സ്റ്റെപ്പായിട്ട് വരുന്ന രീതിയിലാണ് കേട്ടോ പിരിച്ചെടുക്കുന്നത്. പിന്നെ ഒരു സൈഡിൽ 6 എണ്ണം മറ്റേ സൈഡിൽ 6 എണ്ണം, അങ്ങനെ ടോട്ടൽ 12 വൈറ്റ് ബീഡ്സുകളാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്.
ഇപ്പോൾ രണ്ട് സൈഡിലായിട്ട് ടോട്ടൽ 12 ബീഡ്സുകൾ നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ രണ്ട് ബീഡ്സിൻ്റെയും സെൻറ്ററിലായിട്ട് കുറച്ച് ബീഡ്സുകളും കൂടെ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ടോട്ടൽ 3 ചെയ്തെടുക്കുന്നുണ്ട്. 2 വൈറ്റും ഒരു ബ്ലൂ കളറിലുള്ള ക്രിസ്റ്റൽ ബീഡും കൂടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ സെൻറ്ററിൽ കൊടുക്കേണ്ട ബീഡിൻ്റെ ലെങ്ത്ത് എത്രയാണോ അത്രയും കമ്പി എടുത്തിട്ട് പിരിച്ചു കൊടുത്താൽ മതി. അതും തന്നെ ഞാൻ താഴെയായിട്ട് വരുന്ന രീതിയിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ആദ്യം വൈറ്റ് ബീഡിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ബ്ലൂ കളറും അതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഏറ്റവും താഴെയായിട്ട് ഒരു വൈറ്റ് ബീഡും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ അതിവിടെ റെഡി ആയിട്ടുണ്ട്. സെയിം സൈസിലും അതേപോലെ സെയിം മോഡലിലും ഞാനൊരു പീസും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. സൈസും മോഡലൊക്കെ നിങ്ങൾ അതേപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. രണ്ട് സൈഡിലായിട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഒരേപോലെ വരുമ്പോഴാണ് അതൊരു ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഒരു 60 സെൻറ്റിമീറ്ററിൽ ഒരു ഗിയർ വയറും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു വൈറ്റ് ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തെടുത്ത അതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്യുക. പക്ഷേ നമ്മൾക്ക് അത്രയും ബീഡും വേണ്ട, പിന്നെ മോഡലിലും ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടുനോക്കൂ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിച്ചാൽ മതി കേട്ടോ. എനിക്കറിയണതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഇത് നമ്മൾ സെൻറ്ററിൽ ഒരു ബീഡ് കോർത്ത് കൊടുത്തു. എന്നിട്ട് രണ്ട് സൈഡിലായിട്ടും 4 ബീഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വീണ്ടും സെൻറ്ററിൽ ഒരു ബീഡ്, പിന്നെ രണ്ട് സൈഡിലായിട്ട് ഓരോ ബീഡുകൾ. അങ്ങനെ സെൻറ്ററിൽ 3 ബീഡ് വരുന്ന രീതിയിലും രണ്ട് സൈഡിലായിട്ടും 3 ബീഡുകൾ വരുന്ന രീതിയിലുമാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ടോട്ടൽ 9 ബീഡാണ് കേട്ടോ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതുപോലത്തെ വേറെയും 2 പീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫോം ഷീറ്റാണ് വേണ്ടത്. അപ്പോൾ ബ്ലൂ കളർ തീമിലായതുകൊണ്ട് തന്നെ ഞാൻ ബ്ലൂ കളർ ഫോം ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലൊരു റൗണ്ട് ഷേപ്പ് വരച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിനെ നമുക്കൊരു ഫ്ലവറിൻ്റെ ഷേപ്പിലായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 4 പെറ്റൽ വരുന്ന ഒരു ഫ്ലവറാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ 6 പെറ്റൽ 8 പെറ്റലൊക്കെ ആക്കിയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് കുറേ വീഡിയോസ് നമ്മൾ ഓൾറെഡി ഫോം ഷീറ്റ് വെച്ചിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫ്ലവർ ഉണ്ടാക്കുന്നത്, ഗ്ലിറ്റർ ഷീറ്റ് ഫോം ഷീറ്റ് ഉണ്ടല്ലോ, ഗ്ലിറ്ററൊക്കെ വരുന്ന ടൈപ്പ്, അങ്ങനത്തെ ഫോം ഷീറ്റ് വെച്ചിട്ട് ഒക്കെ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഹെയർ ബാൻഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഹെയർ ബണ്ണ് പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ റോസ് ഫ്ലവേഴ്സും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് നമ്മളെ പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കുക അതിൻ്റെ പ്ലേലിസ്റ്റ്. അപ്പോൾ ഒരുപാട് ടൈപ്പ് ഫ്ലവേഴ്സ് റിബൺ വെച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിനായിട്ട് ഫ്ലവർ വാങ്ങിക്കണം എന്നൊന്നുമില്ല. അങ്ങനെ നമ്മൾ വീട്ടിലുണ്ടാക്കിയാലും നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. പല കളറിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതിപ്പോൾ 2 ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ സൈസിലും 2 ചെയ്തെടുത്തിട്ടുണ്ട്.
ഇവിടെ ഇപ്പം ഞാൻ ഓരോ ഫ്ലവേഴ്സും ഒരുപാടൊന്നും ഷേപ്പ് ചെയ്തെടുക്കുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കുറേ പെറ്റൽസ് വെച്ചിട്ടൊക്കെ ചെയ്യണമെന്നെങ്കിൽ അപ്പോൾ സെൻറ്റർ ഫ്ലവറിനൊക്കെ നമുക്ക് ഒന്നുകൂടെ ഒരു ഷേപ്പ് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്പോഞ്ചൊക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ സ്പോഞ്ച് എന്തെങ്കിലും വെച്ചിട്ട് അതിൽ ഈ ഫോം ഷീറ്റിൻ്റെ ഫ്ലവർ വെക്കുക. എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അതിൻ്റെ സെൻറ്ററിൽ. അപ്പോൾ നല്ല ഫ്ലവർ ഷേപ്പിക്ക് വരും കേട്ടോ. ഇവിടെ ഇപ്പോൾ ഞാനിതാ ഇതുപോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ ബീഡ്സ് വെച്ചിട്ടാണ് കേട്ടോ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ വീഡിയോ എടുത്തിട്ടില്ല. ഇതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഞാൻ പിന്നീട് ഒരിക്കൽ ചെയ്യാം കേട്ടോ. ഇത് വേറൊരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കതെല്ലാം വെച്ചിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വെച്ച് കൊടുക്കുന്നത് ഈ വലിയ 2 പീസും 2 സൈഡിലായിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഏകദേശം എവിടെയാണോ വരേണ്ടത് ആ ഭാഗത്ത് വെച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വെക്കുന്നതിൻ്റെ മുന്നേ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് നോക്കുക. എന്നിട്ട് വേണം കമ്പി ചുറ്റി കൊടുക്കാൻ. ഇപ്പോൾ ഇതാ ഞാൻ ഒരു സൈഡിലായിട്ട് അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ കോമ്പിൻ്റെ പല്ലുകളുണ്ടല്ലോ അതിൻ്റെ ഇടയിൽ കൂടെ ഇട്ടിട്ട് ഒരു കമ്പി ഒരു ഭാഗത്തേക്കും മറ്റേ കമ്പി ഓപ്പോസിറ്റ് രീതിയിലും അങ്ങനെയാണ് കേട്ടോ ചുറ്റിയെടുക്കുന്നത്. എന്നിട്ട് അവസാനമായിട്ട് നമ്മൾ എല്ലാം ഒരുമിച്ച് വെച്ചിട്ട് നല്ലതായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എക്സ്ട്രാ വരുന്ന ഭാഗം കട്ട് ചെയ്തിട്ട് ആ കട്ട് ചെയ്യുന്ന ഭാഗം നന്നായിട്ട് തന്നെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ അത് തലയിലൊക്കെ തട്ടും, കമ്പിയല്ലേ, ഷാർപ്പായിട്ടുള്ള എഡ്ജൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ മറ്റേ സൈഡിലും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ആ മോഡലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അത് 2 സൈഡിലായിട്ട് ഓരോന്നും പിന്നെ സെൻറ്ററിൽ ഒരു പീസും അങ്ങനെയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരേ ഹൈറ്റിലൊക്കെ വെച്ച് കൊടുക്കുക. അതും നമ്മൾ നേരത്തെ കെട്ടിയിട്ടുള്ള അതുപോലെ തന്നെ 2 കമ്പി 2 സൈഡിലായിട്ട് കെട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എക്സ്ട്രാ വരുന്ന ഭാഗമൊക്കെ കട്ട് ചെയ്ത് ആ ഭാഗം ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വലിയ ഫ്ലവറാണ് കേട്ടോ ഞാൻ കോമ്പിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കുന്നത്. അതിന് ശേഷമാണ് മുകളിലത്തെ പീസ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ആ 2 ബ്ലൂ കളർ ഫ്ലവേഴ്സ് തമ്മിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് ശേഷം കമ്പികൾ വെച്ചിട്ട് കെട്ടിക്കൊടുക്കുന്നുണ്ട്. ആ സെൻറ്ററിലത്തെ പീസിന് പകരം നിങ്ങൾക്ക് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ചെറിയ ബ്ലൂ കളർ ഫ്ലവർ, അത് വേണമെങ്കിലും വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ 2 സൈഡിലായിട്ടൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്ലൂ കളർ ഫ്ലവർ വെച്ച് കൊടുക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. പിന്നെ ചെറിയ മക്കൾക്ക് നിങ്ങൾക്ക് ഇത്രയും സൈസിൽ വേണമെങ്കിൽ സൈസ് കുറച്ചിട്ടുണ്ടാക്കാം. പിന്നെ വലിയവർക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾക്കിത് സെയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഉൾപ്പെടുത്താം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ഓൺലൈൻ അക്കാദമി പരിചയപ്പെടുത്തി തരാം. ഇപ്പോൾ എക്സാമൊക്കെ അടുത്ത് വരികയാണ്. അപ്പോൾ നമ്മുടെ മക്കൾ ഏതെങ്കിലും സബ്ജക്റ്റിന് പിന്നോട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല മെൻ്റലി സപ്പോർട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല മാർക്കോടെ തന്നെ പാസ്സാകാൻ പറ്റും. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള ഒരു അക്കാദമിയാണ് കേട്ടോ ഇത്. ഐഡിയൽ ലേണിംഗ് ഓൺലൈൻ അക്കാദമി എന്നാണ്. മെഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്, ലൈവ് ക്ലാസ്സുകളൊക്കെ ഇവർ കൊടുക്കുന്നുണ്ട്. ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതിയിലാണ് ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്നത്. മലയാളം, ഇംഗ്ലീഷ്, അറബിക്, മാത്സ്, ഹിന്ദി ഈ സബ്ജക്റ്റുകളിലൊക്കെ നിങ്ങൾ കുട്ടിക്ക് എങ്ങനെയാണോ സൗകര്യം അതിനനുസരിച്ച് ഇവർ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മദ്രസ ക്ലാസ്സുകളും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസുകൾ അറിയാൻ വേണ്ടിയിട്ട് ഞാനിതിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതുവഴി കോൺടാക്ട് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ബാക്കി എല്ലാ ഡീറ്റെയിൽസും അവർ പറഞ്ഞു തരും. അപ്പോൾ ഇതാ നമ്മുടെ ഹെയർ കോംബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെഡ്, വൈറ്റ് അങ്ങനത്തെ കളർ കോമ്പിനേഷനിലൊക്കെ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ. പിന്നെ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ചെറിയ സൈസിലുണ്ടാക്കി അലിഗേറ്റർ ക്ലിപ്പിലൊക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ അതുപോലത്തെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.